ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ADGP അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാർ കവടിയാറിൽ കൊട്ടാരം പണിയുന്നുവെന്നും കവടിയാറിൽ ഭൂമി വില 75 ലക്ഷം 12,000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പണിയുന്നതെന്നും PV അൻവർ MLA ആരോപിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, ADGP അജിത് കുമാറിനെതിരെ വീണ്ടും PV അൻവർ MLA ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭൂമി വില 75 ലക്ഷം 12,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയുന്നുവെന്നാണ് ഇപ്പോൾ PV അൻവർ MLA ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ പരോക്ഷമായി പരിഹസിക്കുന്നുമുണ്ട്. അജിത് കുമാർ ഒരു പഞ്ചപാവമാണെന്നും അൻവർ പരോക്ഷമായി പരിഹസിക്കുന്നുമുണ്ട്. എന്തെല്ലാം ആരോപണങ്ങളാണ് ഇപ്പോൾ പുതിയ ആരോപണങ്ങളാണ് ഇപ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്? അനുപ്രിയ, മുഖ്യമന്ത്രിയുടെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിലെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്ന് അൻവർ MLA നേരത്തെ അറിയിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ച ഉടനെ തന്നെ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം കൂടുതൽ ആരോപണങ്ങളും കൂടുതൽ തെളിവുകളുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത്തവണയും കഴിഞ്ഞ തവണ ഉന്നയിച്ചതിനോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച എന്നോണമുള്ള ആരോപണങ്ങളാണ് ഇത്തവണയും ഉയർത്തിയിരിക്കുന്നത്. തെളിവുകൾ പുറത്തുവിടും എന്ന് പറഞ്ഞ അദ്ദേഹം ഇത്തവണ കൃത്യമായ തെളിവുകളും ശബ്ദ സന്ദേശങ്ങളും കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ആരോപിച്ചതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ADGP ആയിട്ടുള്ള MR അജിത് കുമാറിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് PV അൻവർ MLA ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. സോളാർ കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. സോളാർ കേസ് അട്ടിമറിക്കുന്നതിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുകയുണ്ടായി. ഇതിൽ പരാതിക്കാരിയുടെ മൊഴി മാറ്റുന്നതിനായി പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാം എന്ന രീതിയിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചതായാണ് ഈ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ സോളാർ കേസ് ഇതിനെതിരായി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോൺഗ്രസിന്റെ നേതാക്കളുമായി KC വേണുഗോപാൽ അടക്കമുള്ളവരുമായി ADGPക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിന്റെ പുറത്ത് അതല്ലെങ്കിൽ അവരോടുള്ള ഒരു പ്രീണനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നടപടി എന്നുകൂടി PV അൻവർ MLA ആരോപിച്ചു. നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്നാണ് അദ്ദേഹം MR അജിത് കുമാർ ADGP MR അജിത് കുമാറിനെ വിശേഷിപ്പിച്ചത്. ഒരേ സമയം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരും നിരവധി പ്രമാദമായ കേസുകളിൽ തലപ്പത്തിരുന്നിട്ടുള്ള ആളുമായ ADGPയെ കുറിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം കോൺഗ്രസിന്റെ വിശ്വസ്തനാണ് അല്ലെങ്കിൽ ഒരു ഇരട്ട മുഖമുള്ള ഏജന്റ് എന്ന രീതിയിൽ ഒരു ആരോപണം PV അൻവർ MLA ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ, അതായത് 2023 ഏപ്രിലിൽ നടന്ന എടവണ്ണയിലെ റിദാന്റെ കൊലപാതകത്തിലും ഇത്തരത്തിൽ തന്നെ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എടവണ്ണയിൽ 2 യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ റിദാൻ കൊല്ലപ്പെടുകയായിരുന്നു. ഇതിന് കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നായിരുന്നു ആദ്യം തെളിവ് വന്നിരുന്നത്. ഇതിൽ റിദാന്റെ സുഹൃത്തു കൂടിയായ ഷാൻ എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ PV അൻവർ MLA പറയുന്നതനുസരിച്ച് ഈ കൊലപാതകത്തിൽ ADGP MR അജിത് കുമാറിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവിയായിരുന്ന SP സുജിത് ദാസ് ആണ് ഈ അന്വേഷണം അട്ടിമറിച്ചത് എന്നാണ്. റിദാൻ കൊല്ലപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കരിപ്പൂരിലൂടെ സ്വർണം കടത്തുന്നത് MR അജിത് കുമാറിന്റെയും സുജിത്തിന്റെയും അറിവോടുകൂടിയാണ്. ഇന്നലെ ഇതിനു മുൻപ് നടത്തിയ ആരോപണത്തിൽ ഈ സ്വർണ്ണക്കടത്തിന്റെ 70% ഈ പോലീസുകാർ തന്നെ കൈപ്പറ്റുന്നുണ്ടെന്ന് ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കരിപ്പൂർ വഴി സ്വർണ്ണക്കടത്തിന് MR അജിത് കുമാറിനും സുജിത് ദാസിനും പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ റിദാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ റിദാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഈ റിദാന്റെ കയ്യിൽ നിന്ന് 2 ഫോണുകൾ കണ്ടെടുത്തിരുന്നു. ഈ 2 ഫോണുകളിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ റിദാൻ ഇവയുമായി മാധ്യമങ്ങളെ സമീപിക്കും, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിടും എന്ന രീതിയിലുള്ള ഭയം മൂലമാണ് റിദാനെ കൊന്നത് എന്നാണ് PV അൻവർ MLA പറയുന്നത്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായ വസ്തുതകൾ കൂടി ഇതിനൊപ്പം നിരത്തുന്നുണ്ട്. അന്ന് 2023 ഏപ്രിലിൽ ഈ റിദാൻ കൊല്ലപ്പെട്ടതിന് ശേഷം അന്വേഷണം നടക്കുമ്പോൾ അന്നത്തെ ജില്ലാ മേധാവിയായിരുന്ന SP സുജിത് ദാസ് അവിടെ നിലമ്പൂരിൽ നേരിട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്.
ഇതിനു മുൻപും കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ള വെടിവെപ്പ് കേസുകളും ഉണ്ടായപ്പോഴൊന്നും ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് എടവണ്ണയിലെ റിദാന്റെ കൊലപാതകത്തിൽ മാത്രം ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ആഴ്ചകളോളം ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകി എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ കവടിയാറിൽ നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് തന്നെ യൂസഫ് അലിയുടെ സ്ഥലത്തിന് തൊട്ടടുത്തായി തന്നെ ADGP അജിത് കുമാർ ഒരു ആഡംബര വീട് പണിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്ഥലത്തിന് സെന്റിന് 70-75 ലക്ഷം വിലയുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം 22 സെന്റ് ഭൂമിയിൽ വീട് പണിയുന്നത് എന്നാണ് പറയുന്നത്. 10 സെന്റ് ADGPയുടെ തന്നെ പേരിലും 12ഓളം സെന്റ് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്റെ രേഖകൾ കോർപ്പറേഷനിൽ നിന്ന് ലഭ്യമാണെന്നും ഇന്നലെ ആ രേഖകൾ എടുക്കാൻ ശ്രമിച്ചു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ രേഖകൾ ലഭ്യമാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുകാരോട് അന്വേഷിച്ചാൽ മതി ഈ കാര്യങ്ങൾ അറിയാൻ എന്ന പരിഹാസവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ADGP പഞ്ചപാവമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു പരിഹാസ ശരവും ഉയർത്തിയിരുന്നു. ഹവായ് ചെരുപ്പ് മാത്രം ഇടുന്നയാൾ, 25 രൂപയുടെ കുപ്പായം ഇടുന്നയാൾ പഞ്ചപാവമായ ADGP അജിത് കുമാർ, അദ്ദേഹം കവടിയാറിൽ പണിയുന്നത് 15,000 സെന്റിന്റെ അല്ലെങ്കിൽ 15,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കൊട്ടാരമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. അതുല്യ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. DGP തലത്തിലായിരുന്നു അന്വേഷണം. ആ അന്വേഷണ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണം അൻവർ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അനുപ്രിയ, നിലവിൽ ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ തന്നെയാണ് PV അൻവർ MLA ഉറച്ചു നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അൻവർ MLA പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സമ്മേളനം എന്തായാലും വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അനുപ്രിയ, ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. കവടിയാറിൽ ADGP അജിത് കുമാർ ഒരു ആഡംബര വീട് പണിയുകയാണെന്നും സെന്റിന് 75 ലക്ഷം രൂപയാണെന്നും 22 സെന്റിലാണ് ഈ ആഡംബര വീട് പണിയുന്നതെന്നുമെന്നാണ് PV അൻവർ MLA ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അതുല്യ നൽകിയത്.